ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. രാജ്യ പുരോഗതിക്കായുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമ്മേളനം രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പാർട്ടി നേതാക്കളായ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മറ്റന്നാളാണ്. 2,77,49,159 വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം നേടിയത്. ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 18 വരെ നീട്ടി. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. രാജ്യത്തുടനീളം ശിശുക്കളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കടത്തുകാരുടെ ശൃംഖലയിൽപ്പെട്ട 7 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 കുട്ടികളെ രക്ഷപ്പെടുത്തി. ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിലെ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണായി ഗവർണർ നിയമിച്ചു. 2021 കൽപ്പറ്റ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജിയായിരിക്കെയാണ് കെ ബൈജുനാഥിനെ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായി നിയമിച്ചത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണമന്വേഷിക്കുന്ന CBI സംഘം വയനാട്ടിലെത്തി. വയനാട് SP-യുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സംഘം വെറ്ററിനറി സർവകലാശാലയിലെത്തിയത്. കേസിന്റെ വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ നിന്നും ശേഖരിച്ചിരുന്നു. NCERT പാഠഭാഗങ്ങൾ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടിൽ കേരളം ഉറച്ചുനിൽക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുട്ടികൾ യാഥാർത്ഥ്യം പഠനത്തിലൂടെ മനസ്സിലാക്കണമെന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാടെന്ന് മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 10 വരെ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, വടക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ജില്ലയിൽ 2 പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ട സാഹചര്യത്തിലും രോഗികൾ കൂടുന്ന സാഹചര്യത്തിലുമാണിത്. അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ 3 മലയാളികൾ മരിച്ച സംഭവത്തിൽ മരണപ്പെട്ട നവീന്റെ കോട്ടയത്തെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വട്ടിയൂർക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. റമദാൻ വ്രതം അവസാന നാളുകളിലേക്ക് അടുക്കവേ വിശ്വാസികൾ ഇന്ന് ലൈലത്തുൽ ഖദർ എന്നറിയപ്പെടുന്ന 27ാം രാവ് ആചരിക്കുന്നു. 1000 മാസങ്ങളേക്കാൾ ഈ രാവിന് പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. വിഷുപൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ബുധനാഴ്ച തുറക്കും. 14 പുലർച്ചെ 4 മുതൽ 7 വരെയാണ് വിഷുക്കണി ദർശനം. പൂജകൾ പൂർത്തിയാക്കി 18 രാത്രി നടയടയ്ക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും ഭക്തർക്ക് ദർശനം നടത്താം. കണ്ണൂർ പാനൂരിനടുത്തുണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 4 പേർ കസ്റ്റഡിയിൽ. CPIM പ്രവർത്തകരാണ് കസ്റ്റഡിയിലായത്. കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. UPI ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനുകൾ വഴി പണം നിക്ഷേപിക്കാൻ ഉടൻ അനുമതി നൽകുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പുതിയ നടപടി ഉപഭോക്തൃ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും ബാങ്കുകളിലെ കറൻസി കൈകാര്യം ചെയ്യുന്ന പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ISL ഫുട്ബോളിൽ പഞ്ചാബും മോഹൻ ബഗാനും തമ്മിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ എതിരില്ലാത്ത 1 ഗോളിന് പഞ്ചാബിനെ തോൽപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ പുരുഷ ഹോക്കി ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ജയം. ഓസ്ട്രേലിയയിലെ പെർത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്ന മത്സരത്തിൽ 1-നെതിരെ 5 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. BJP അധ്യക്ഷൻ JP നദ്ദയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 5 പേരും രാജ്യസഭാംഗങ്ങളായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖർ പാർലമെന്റ് ഹൌസിൽ ഇവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജമ്മു കശ്മീരിൽ ഉറി സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ സബൂര നലയിൽ ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമം സുരക്ഷാസേന പരാജയപ്പെടുത്തി. 2 ഭീകരരെ സൈന്യം വധിച്ചു. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റിന്റെ 3 നക്സലൈറ്റുകളെ ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ വനത്തിൽ വെച്ച് സുരക്ഷാസേന വധിച്ചു. തെലങ്കാനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണിത്. കൊല്ലപ്പെട്ടവരിൽ നിന്നും ഒരു AK-47 ഉൾപ്പെടെ നിരവധി തോക്കുകളും കണ്ടെടുത്തു. പശ്ചിമ ബംഗാളിലെ ഭൂപതി നഗർ സ്ഫോടന കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളികളായ 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. 2022 ഡിസംബറിലായിരുന്നു 3 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം നടന്നത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.